ആരും വീട്ടിലില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു മടുപ്പാണല്ലേ. ഇന്ന് അതുപോലെയായിരുന്നു എൻ്റെ സ്ഥിതി. അപ്പോൾ രാവിലെ ഇന്ന് എല്ലാവരും പോയപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെ സമയം പോകുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേങ്കിൽ ഓരോ കാര്യത്തിലൊക്കെ ഇറങ്ങിയപ്പോഴത്തേന് സമയം പോകുന്ന അറിഞ്ഞേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തലേദിവസം വൈകുന്നേരം തന്നെ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ അരച്ച് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും അത് പൊങ്ങുമല്ലോ. അപ്പോൾ അത് എടുത്ത് വയ്ക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആദ്യം തന്നെ രാവിലെ തന്നെ അരിയൊക്കെ അരച്ച് ഞങ്ങൾക്കിവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഓവനിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് നന്നായിട്ട് പൊങ്ങിക്കോളും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എല്ലായിടും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി കാര്യത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ പണി ആദ്യം ക്ലീനിങ് തന്നെ കേട്ടോ. എല്ലായിടും ആദ്യം ക്ലീൻ ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ള കിച്ചണിലെ എന്ത് വർക്കിലേക്കും കയറുള്ളൂ. ഇന്ന് കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടെയും കുറച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം കുക്കിംഗ് റേഞ്ച് ക്ലീൻ ആക്കാൻ വേണ്ടി അതിനകത്ത് കുറച്ച് സോപ്പും എൻ്റെ ലോഷനൊക്കെ ഒഴിച്ച് അത് ക്ലീൻ ആക്കാൻ വേണ്ടി ഇട്ടു. ആ സമയത്ത് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വേഗം ചെയ്ത് തീർത്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് ഇത് ഏകദേശം ഒന്ന് ശരിയായി കഴിഞ്ഞപ്പോൾ ഞാൻ അത് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വിൻഡോയുടെ ഗ്ലാസ്സൊക്കെ തുടയ്ക്കാറുണ്ട്. അപ്പോൾ കിച്ചണിൻ്റെ വിൻഡോയുടെ ഗ്ലാസ്സൊക്കെ ഞാൻ പറ്റുന്നതരം തുടച്ചിടും. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഓഫുള്ള ദിവസങ്ങളിലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ എനിക്ക് കുക്കിംഗ് റേഞ്ചൊക്കെ എത്ര ക്ലീൻ ആക്കിയാലും മതിയാവില്ല കേട്ടോ. അത് പിന്നെ ഞാൻ തുടച്ചുകൊണ്ടിരിക്കും നന്നായിട്ട്. അപ്പോൾ ആദ്യം നമ്മുടെ തുണി വെച്ച് തുടയ്ക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ടിഷ്യൂ വെച്ച് തുടയ്ക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും. അപ്പോൾ അതൊക്കെ തുടച്ച് അത് നന്നാക്കി വൃത്തിയാക്കി അത് കഴിഞ്ഞപ്പോഴേ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. ഏകദേശം 10:30-11 മണിയൊക്കെ ആയി. രാവിലെ ഞാൻ ചായ കുടിച്ചായിരുന്നു. പിന്നെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്കല്ല, എന്തെങ്കിലും ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പാൽ ശകലം അടുപ്പത്ത് വെച്ചു. അതിനകത്തേക്ക് വീറ്റാബിക്സ് ഇട്ട് സ്വല്പം തേനും ഒഴിച്ച് അത് കഴിച്ചു. അതായിരുന്നു ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ചില സമയങ്ങളിൽ വൈകുന്നേരം രാവിലെയൊക്കെ അത് കഴിക്കാറുണ്ട്. പ്രത്യേകിച്ചൊന്നും വേറെ കഴിക്കാറില്ല. നല്ല എളുപ്പമാണല്ലോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ട് കുറച്ച് നേരം ഫോണൊക്കെ വിളിച്ച് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ ലിവിങ് റൂമും ഡൈനിങ് ഹാളൂടെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അതിനകത്തും കുറച്ചൊക്കെ കച്ചറ പിച്ചറയുടെ കിടക്കുന്നുണ്ടായിരുന്നു. അതും കുറച്ച് നേരമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ആദ്യം ടേബിളൊക്കെ വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ വാക്വം ചെയ്യാനുണ്ടായിരുന്നു, ഒന്ന് വാക്വം ചെയ്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ക്ലീനിങ് പരിപാടിയൊക്കെ ഒരുവിധം കഴിഞ്ഞു. പിന്നെ ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതുപോലെയൊക്കെ തൊലി കളഞ്ഞ് വെക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ ചെറിയുള്ളി മേടിച്ചായിരുന്നു. അപ്പോൾ അതെല്ലാം തൊലി കളഞ്ഞ് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. കുറേ കഴിയുമ്പോൾ അതൊക്കെ കിളുത്ത് ഇങ്ങനെ വരും. എങ്കിൽ കൂടെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അടു വറക്കാനൊക്കെ എളുപ്പമായതുകൊണ്ട് ഞാൻ അങ്ങനെ തൊലി കളഞ്ഞ് ഫ്രിഡ്ജ് വയ്ക്കാറുണ്ട്. പിന്നെ അത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം വേസ്റ്റൊക്കെ കളയുണ്ടായിരുന്നു. അങ്ങനെ വേസ്റ്റ് കൊണ്ടുപോയി പുറത്ത് കളഞ്ഞപ്പം മഴ ചാറുന്നുണ്ടായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഏകദേശം മിന്നു വരാനുള്ള സമയമൊക്കെ ആയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ചെറിയൊരു മീൻ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടെന്ന് ഞാൻ വിചാരിച്ചു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. ഉണക്ക ചെമ്മീൻ ചമ്മന്തി. അപ്പോൾ അത് ഉണക്ക ചെമ്മീനൊന്ന് വറുത്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മണമുണ്ടല്ലോ. അപ്പോൾ ഞാൻ ജനലൊക്കെ തുറന്നിട്ടു. നന്നായിട്ട് ചെറിയ തീയിൽ, വലിയ തീയിൽ വെച്ചില്ല, ചെറിയ തീയിൽ അത് കുറച്ച് സമയമെടുത്ത് ഫ്രൈ ആക്കിയെടുത്തു. പിന്നെ അതിലേക്ക് ഉണക്കമുളകും ഇട്ട് നമ്മുടെ ചെറിയുള്ളിയും ഇഞ്ചിയും പിന്നെ തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തു. അതിന് കുറച്ച് സമയമെടുത്തു ഫ്രൈ ചെയ്യാൻ വേണ്ടി, കാരണം ചെറിയ തീയിലല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടെന്നാൽ വൈകുന്നേരത്തേക്ക് കടലക്കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടലയും കൂടെ കഴുകി അതും കൂടെ ഈ സമയത്ത് പിന്നെ അടിക്കാൻ വേണ്ടിയിട്ട് കുക്കർ വെച്ചു. അപ്പോൾ ഭയങ്കര ദാഹം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ ഇരുന്ന ശകലം ജ്യൂസ് ഉണ്ടായിരുന്നു, അതെടുത്ത് അത് സ്വല്പം കുടിച്ചു. അങ്ങനെ ഏകദേശം പണികളൊക്കെ ഏകദേശം തീർന്നു എന്ന് പറഞ്ഞപ്പോൾ വൈകുന്നേരത്തേക്കുള്ള കടലക്കറി മതി. പിന്നെ വൈകുന്നേരത്തേക്ക് ബാക്കിയുള്ള കറികളൊക്കെ പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം സമയം 1:45 ആയിട്ടുണ്ട്. 1:45 കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ മിന്നു വരാനായല്ലോ.
എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നു. അങ്ങനെ മിന്നു വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡൊക്കെ കഴിച്ചു. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കറികൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.